ഇപ്പോൾ പുന്നമടക്കായലിൻ്റെ ഒരു ഫീല്. ഷാജഹാൻ, നമുക്കിതൊന്ന് ഒന്ന് വീശി പിടിച്ചാലോ? ഞങ്ങളിതാ ഈ സ്പീഡ് ബോട്ടിൽ നിന്ന് ഈ ക്യാമറ ഫ്രെയിംസ് ഇങ്ങനെ പോകുന്നു. ഞങ്ങളിതാ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് കടന്ന് ഫിനിഷിംഗ് പോയിന്റിലേക്ക് പോകുന്നു. ഇപ്പോൾ റമദ കാണാം, അപ്പുറത്ത് മറ്റ് പ്രധാനപ്പെട്ട ഹോട്ടലുകൾ കാണാം. ആലപ്പുഴയുടെ ടൂറിസവും ആലപ്പുഴയുടെ ഈ ദിവസവും എല്ലാം ഏറ്റവും അധികം ഇങ്ങനെ സമ്പന്നമായി സമൃദ്ധമായി നിൽക്കുന്ന ഒരു കാലമാണ്. ചേർത്ത് ഞാനത് പറയാം. ഈ നമ്മൾ ടൂറിസത്തിന്റെ സാധ്യതയെക്കുറിച്ചാണ് പറയുന്നത്. നമ്മളിപ്പോൾ വേൾഡ് കപ്പ് ഫുട്ബോളിൽ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ട്രെൻഡ്, നിങ്ങൾക്ക് താമസിക്കുന്ന മുറിയുടെ ജനാല തുറന്നാൽ വേൾഡ് കപ്പ് മൈതാനം കാണാൻ കഴിയണം. അതാണ് പുതിയ ട്രെൻഡ് ഫിഫ കൊണ്ടുവരുന്നത്. നിങ്ങളൊരു മുറി ബുക്ക് ചെയ്യുന്നു, രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ച് ഡ്രസ്സ് പോലും മാറാതെ നിങ്ങളുടെ ജനാലയുടെ ഈ കർട്ടൻ മാറ്റിയാൽ നേരെ താഴെ പന്ത് കളിക്കണം കാണാം. ആ ഒരു കോൺസെപ്റ്റ് ശരിക്കും ഈ കാണുന്നത് പോലെയല്ലേ എന്ന് ഈ കാഴ്ച കാണുമ്പോൾ ആ ഒരു ഞാൻ ഇന്നലെ ഈ കോൺസെപ്റ്റ് കറക്റ്റാ. ഇത് കാണുമ്പോൾ തീർച്ചയായും അതെ, ഞാൻ ബേസിക്കലി ഞാനൊരു എഞ്ചിനീയറാണ്, സിവിൽ എഞ്ചിനീയറാണ്. എൻ്റെ ഡിസൈനാണ്. ഞാനത് 2006 ചെയ്യുന്ന കാലത്തെ ചിന്തിച്ചു. നെഹ്റു ട്രോഫി വള്ളംകളി റൂമിലിരുന്ന് കാണണം. അതാണ് ആ പ്രത്യേകത. കാരണം അത് നെഹ്റു ട്രോഫി അങ്ങ് തൂക്കി. നെഹ്റു ട്രോഫി അങ്ങ് തൂക്കി ഫിനിഷിംഗ് പോയിന്റ് അല്ല ശ്രദ്ധേ, ഈ ടൂറിസം വികസനമാണ് ആലപ്പുഴയിലെ ഈ വള്ളംകളിയെ വളർത്തിക്കൊണ്ടുവരുന്നത്. കാരണം നമ്മൾക്ക് നമ്മുടെ ഓരോ ഹോട്ടലുകളും, ഞാനിവിടെ 2006 ഞാനാണ് ആദ്യമായിട്ട്, ഞാൻ വരുന്ന കാലത്ത് അവിടെയും ഇവിടെ നിന്നുകൊണ്ട് എത്തി നോക്കാനേ പറ്റൂ. കാരണം കാടും കയറി കിടക്കുന്ന സ്ഥലങ്ങളായിരുന്നു. അതിനുശേഷം ഇത് മാറി, വള്ളംകളിയുടെ രീതി മാറി, ജനങ്ങൾക്ക് വരുവാനുള്ള ഒരു സൗകര്യമുണ്ടായി. ഇപ്പം നമ്മൾ തന്നെ ഒരുവിധപ്പെട്ട നല്ല ഒരിക്കലും ആൾക്കാർക്ക് വള്ളംകളി കാണാനുള്ള അവസരം ഉണ്ടായി. വലിയ മാറ്റങ്ങളിലൂടെയാണ് ആയിരങ്ങളാണ് അതിനകത്ത് വന്ന് നിന്ന് കാണുന്നത്. റൂമിലിരുന്ന് ഒരു VIP വന്നു, അവർക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളവർക്ക് റൂമിലിരുന്ന് കാണാം. പല തരത്തിൽ, അതായത് വള്ളംകളിയുടെ ഒരു ആസ്വാദനത്തെ എങ്ങനെ എടുക്കണോ അതിനൊക്കെയുള്ള എല്ലാ ഓപ്ഷൻസും ഇന്ന് പുന്നമടക്കായലിൻ്റെ കരകളിലുണ്ടെന്ന്. ഞാൻ ഷൈജു, നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് സഞ്ചരിച്ചതാ ഇങ്ങനെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് വരികയാണ്. ഹൗസ് ബോട്ടുകളൊക്കെ നിൽക്കുന്നു. ഈ കാഴ്ച കൂടി പ്രേക്ഷകരുമായി എങ്ങനെ പങ്കുവെച്ച് മുന്നോട്ട് പോകും? കാരണം ഇത് അറിയാത്ത മനുഷ്യരുണ്ട്, ഇത് നമ്മുടെ സ്ക്രീനിൽ ആദ്യമായി കാണുന്ന മനുഷ്യരുണ്ടാകും. നമ്മുടെ മലയാളത്തിൽ വഞ്ചി വീട് എന്നാണ് ശരിക്കും. നമ്മൾ മറ്റൊരു വാക്കിന്റെ കാര്യം, നമ്മൾ ഫോട്ടോ ഫിനിഷിന്റെ കാര്യം പറഞ്ഞ പോലെ ഹൗസ് ബോട്ട് എന്ന മലയാളത്തിൽ വഞ്ചി വീട് എന്നൊരു നല്ല വാക്കുണ്ട്. അപ്പോൾ ഈ ഹൗസ് ബോട്ടുകളൊക്കെ NTPR കാണാൻ, നെഹ്റു ട്രോഫി കാണാൻ വേണ്ടി കൃത്യമായി സ്ലോട്ട് ബുക്ക് ചെയ്ത് അവർ ബുക്ക് ചെയ്ത് എടുത്ത ആ സ്ഥലത്താണ് അവർ കൊണ്ടുവന്ന് കെട്ടിയിരിക്കുന്നത്. ഇതും നേരത്തെ പറഞ്ഞതുപോലെ നെഹ്റു ട്രോഫി തുറന്നിടുന്ന അനന്തമായ വിപണന സാധ്യതകളുടെ ഒരു കാഴ്ചയാണ് ഇപ്പം മുമ്പ് പറഞ്ഞ വിൻഡോ ഓപ്പണിംഗ് മനോഹാരിത. നമ്മുടെ ഹൗസ് ബോട്ടിന്റെ ഈ പറയുന്ന പോലെ നേരെ അണിയത്തേക്ക് വന്നാൽ നമുക്ക് നേരെ ഫിനിഷിംഗ് പോയിന്റ് കാണുന്നത്. അപ്പൊ ഇതൊക്കെ ലോകത്ത് എവിടെ കാണും? നമ്മുടെ ഒരു പ്രശ്നം, ഈ 21 ചുണ്ടൻ വള്ളങ്ങൾ മാത്രം നമ്മൾ നോക്കിയാൽ ഒരു 15 മുതൽ 20 കോടി രൂപ വരെ ചെലവ്. ഭയങ്കര ഇൻവെസ്റ്റ്മെന്റ് ആണ്. പക്ഷേ 4 മണിക്കൂർ കൊണ്ട് നമ്മൾ ഇതിനെ പൂട്ടിക്കെട്ടുന്നു. അതിന് നമുക്കൊരു മാറ്റം. കാരണം ഒരു 10 ദിവസത്തെ ആലപ്പുഴ ഉത്സവമാക്കി ഇതിനെ മാറ്റിയാൽ ഒരു കാർണിവൽ, വലിയ ഒരു കാർണിവൽ. നമ്മൾ ഇപ്പൊ പ്രേക്ഷകർ കാണുന്നത് ഷൈജു, നമ്മൾ നേരെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് സഞ്ചരിച്ചതാ ഇങ്ങനെ പുന്നമടക്കായലിന്റെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് വരികയാണ്. ഉച്ച കഴിഞ്ഞാൽ ഇതൊന്നും അല്ലല്ലോ, ഈ കാണുന്ന പുന്നമടയല്ല അല്ലേ? നമ്മൾ നേരത്തെ ഉസൈൻ ബോൾട്ടിന്റെ കാര്യം പറയുകയുണ്ടായി, ഓട്ടത്തിന്റെ കാര്യം, വേൾഡ് അത്ലറ്റിക്സിന്റെ കാര്യം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഫിനിഷിംഗ് പോയിന്റിന്റെ ഒരു പ്രത്യേകതയും ഫിനിഷിംഗ് പോയിന്റിന്റെ ഒരു പ്രസക്തിയും. കാരണം ആ ഒന്നാം തുഴച്ചിൽക്കാരൻ ഏറ്റവും കൂടുതൽ ക്രൂഷ്യലാവുന്നത് ഇവിടെയാണ്. ഒപ്പത്തിനൊപ്പം വരുന്ന വള്ളങ്ങളിൽ ആദ്യം തുഴയുന്ന ഓപ്പണർ എന്ന് പറയുന്ന ഒന്നാം തുഴച്ചിക്കാരൻ, അയാൾ നീട്ടിയിടുന്ന ഒരു തുഴയുടെ ആ അകലം മതി ഒരു ടീമിനെ 1ാം സ്ഥാനത്തും വേറൊരു ടീമിനെ 2ാം സ്ഥാനത്തും എത്തിക്കാൻ. വളരെ ഇമ്പോർട്ടന്റ് സംഗതിയാണ്. അങ്ങനെ നേരെ കൃത്യം നമ്മൾ ഫിനിഷിംഗ് പോയിന്റിന്റെ ഫിനിഷിംഗ് പോയിന്റ് ഇവിടെയാണ്. ഇന്ന് ആരാണ് ജലരാജാക്കന്മാരെന്നറിയുന്ന ഈ പോയിന്റിലേക്ക് വളരെ കുതിപ്പോടെ വന്നിങ്ങനെ തൊട്ട് അവർ ഫുൾ സ്ട്രെച്ച് ചെയ്തിങ്ങനെ വരുന്ന ഒരു കാഴ്ച. തീർച്ചയായും 1150 മീറ്റർ അകലെ നമ്മളെ കണ്ട പാലത്തിൽ നിന്ന് തുടങ്ങുന്ന ട്രാക്ക് 1150 മീറ്ററും കഴിഞ്ഞ് അവസാനിക്കുന്ന ഇവിടെയാണ്. ഇപ്പം നമ്മൾ ഈ ട്രാക്ക് ഇങ്ങനെ മുറിച്ച് കിടക്കുമ്പോൾ 10 മീറ്റർ വീതിയുള്ള വിഡ്ത്ത് എന്ന് പറയുന്നത് 10 മീറ്റർ. നമ്മൾ നീളമാണ് 1150 പറഞ്ഞെങ്കിൽ വിഡ്ത്ത് വീതി 10 മീറ്റർ ഈച്ച് ഉള്ള 4 ട്രാക്കുകളാണ്. ഇതാണ് പുന്നമടയുടെ ഈ പറയുന്ന ഈ ട്രാക്കിന്റെ ഈ പറയുന്ന കളിത്തട്ടിന്റെ ഒരു സംഗതി എന്ന് പറയുന്നത്. ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെ സമഗ്രമായി പുന്നമടക്കായലിലെ ഈ ട്രാക്കിലൂടെ സഞ്ചരിച്ച് രാവിലെ തന്നെ ഷൈജു ദാമോദരനും ഏറ്റവും സമഗ്രമായി തന്നെ അതിൻ്റെ എല്ലാ ആവേശത്തെയും അതിൻ്റെ സൂക്ഷ്മതയും സമഗ്രതയിൽ തന്നെയാണ് നമ്മൾ അവതരിപ്പിച്ചത്.